ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ ആ ഒരു ഉറക്കമേ കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങുക. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പ്രകാശൻ ഉറങ്ങുന്നത്. സമാധാനമുണ്ട്. ഇനി ലക്ഷ്മി എന്തായാലും കോടതിയിലേക്ക് വരില്ലല്ലോ എന്നുള്ള സമാധാനമാണ് കൂടുതലും. ഈ സമയമാണ് ജനലിൽ ഭയങ്കര തട്ടൽ. ജനലിലെ സൗണ്ട് കേട്ടതും പ്രകാശൻ, ആരാണെന്നാവോ ഈ പാതിരാത്രിക്ക്, ഇവർക്കൊന്നും ഉറക്കമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പോയി ജനൽ തുറന്നതും മൂക്കിൽ പഞ്ഞിയും വെച്ച് വെള്ള സാരിയും ഉടുത്ത് ലക്ഷ്മി അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അത് കണ്ടതും പ്രകാശൻ ആരാ എന്നും ചോദിക്കുക. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേടാ എന്നും ലക്ഷ്മിയുടെ ചോദ്യം. അത് കേട്ടതും പ്രകാശൻ ആരാ, എന്ത് വേണം? എന്ത് വേണമെന്നോ? നിന്റെ ചോര, നിന്നെ ഞാൻ കൊല്ലും. നിന്നെ കൊന്ന് നിന്റെ ചോര എനിക്ക് കുടിക്കണോടാ. സമാധാനത്തോടെ ജീവിച്ച എന്നെ നീ കൊല്ലിപ്പിച്ചു അല്ലേ? എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? നീ എന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ എനിക്ക് ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ എത്തിയത് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാ. എന്നാൽ നീ എന്നെ കൊന്ന് പരലോകത്തേക്ക് അയച്ചു അല്ലേടാ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നത് ഞാൻ വിശ്വസിച്ചു തന്നെയായിരുന്നു. പക്ഷേ ആത്മാവായ എനിക്ക് എല്ലാം അറിയാം, എല്ലാം അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഒച്ചത്തിൽ പൊട്ടിച്ചിരിച്ചിട്ട് അവിടെ നിന്നും മാഞ്ഞു പോവുക. അത് കണ്ടതും പ്രകാശൻ ചുറ്റും നോക്കി, ഇതെന്താ കാണാനില്ലല്ലോ? ഈശ്വര, ശരിക്കും പ്രേതം തന്നെയാ. ദൈവമേ, അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് മാഞ്ഞു പോയത്. ഇനി മകനെ വളർത്തി വഷളാക്കിയ ആ തള്ള മൂങ്ങച്ചി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നേരെ മൂങ്ങയുടെ റൂമിൻ്റെ ജനലിലേക്ക് ചെല്ലുക. അവിടെ ചെന്നത് മൂങ്ങയും നല്ല ഉറക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മൂങ്ങയുടെ റൂമിൻ്റെ ജനലിൽ തട്ടുകയാണ്. അങ്ങനെ തട്ടുന്ന ശബ്ദം കേട്ടതും മൂങ്ങ, ഇതാരാണ് അവശ്യോ? മനുഷ്യനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല, ഉറങ്ങാനും സമ്മതിക്കില്ലെന്നാണല്ലോ തോന്നുന്നത്. ആരാ എന്നും മൂങ്ങ ഒച്ചത്തിൽ ചോദിക്കുക. അപ്പം വീണ്ടും ലക്ഷ്മി കഥയിൽ തട്ടുകയാണ്. ആ ശബ്ദം കേട്ടതും തുറന്നു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ പോയി ജനൽ തുറന്നത് മൂങ്ങ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, പിന്നെ ആരാ കഥവിൽ തട്ടിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് മൂങ്ങയുടെ മുൻപിലും ലക്ഷ്മി വന്ന് നിൽക്കുക പൊട്ടിച്ചിരിച്ചുകൊണ്ട്. ആരാ, എന്താ വേണ്ടേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? സ്വന്തം മകനെ വളർത്തി വഷളാക്കിയിട്ട് എന്നെ ഈ അവസ്ഥയിലാക്കി. വീണ്ടും നിങ്ങൾ കാരണമാണ് അയാൾ ഈ തെറ്റ് ചെയ്തത്. എന്നെ കൊന്നപ്പോൾ നിങ്ങളുടെയൊക്കെ സമാധാനം തിരിച്ചു വന്നു എന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ അമ്മയ്ക്കും മോനും കൊച്ചുമോനും ഇനിയൊരു സമാധാനവും ഞാൻ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല. നിങ്ങളെയൊക്കെ ഞാൻ കൊന്ന് കൊല വിളിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ കൊന്നതിൽ എനിക്ക് ഒരു പങ്കുമില്ല. അവൻ എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല നിന്നെ കൊല്ലുമെന്ന്. പോയി വന്നതിന് ശേഷം അവൻ പറഞ്ഞത് നിന്റെ കാര്യം തീർന്നു എന്ന്. സത്യമായിട്ടും ഞാൻ അവനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ വളർത്തിയ മകനല്ലേ, അപ്പം പിന്നെ കൊന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങളുടെ മകനെ കൊല്ലാൻ മാത്രമല്ല, കൊല വിളിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനും കഴിയും. എന്തൊക്കെയായാലും ഞാൻ മരിച്ചല്ലോ. ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എനിക്കിപ്പോൾ കോടതിയും കേസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ജയിലിൽ പോകുമെന്നുള്ള പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ തന്നെ നിങ്ങളെ ഞാൻ കൊല്ലും. അത് കേട്ടതും അയ്യോ, നിൻ്റെ മുൻപിൽ ഞാൻ കൈ കൂപ്പുക ലക്ഷ്മി, എന്നെ ഒന്നും ചെയ്യരുത്. സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിൻ്റെ ആത്മാവിനും ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങ ലക്ഷ്മിയുടെ കാലിൽ വീഴുക. കാലിൽ വീഴുന്ന പോലെ ഇങ്ങനെ നിൽക്കുക ജനലിപ്പുറത്ത്. ഈ സമയം നിങ്ങളുടെ മോൻ്റെ ചോര കുടിച്ച് നിങ്ങളുടെ കൊച്ചുമോൻ്റെ കഴുത്തിന് പിടിച്ച് നിങ്ങളെയും കഴുത്തിന് പിടിച്ച് ഞാൻ കൊല്ലും. അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. അത് കേട്ടതും നമ്മുടെ മൂങ്ങ പേടിച്ച് പറിച്ചിങ്ങനെ കരയും. അയ്യോ, എൻ്റെ പൊന്നുമോളെ ഒന്നും ചെയ്യരുതേ എന്നും പറഞ്ഞ് കരയും. ഈ സമയം കരയുതല്ലേ, നിങ്ങൾ നന്നായിട്ട് കരയ്. എൻ്റെ മോളുടെ സമാധാനം കളഞ്ഞവരാണ് നിങ്ങൾ. എൻ്റെ മോള് ഒറ്റയ്ക്കായി. എൻ്റെ മോക്കിനി ആരുമില്ല. നിൻ്റെ മോളോ? അതെ, 10-25 വർഷം മുമ്പ് എൻ്റെ മോളെ ഓടയിലിട്ടില്ലേ നിങ്ങൾ? എന്നിട്ട് എന്നെ കൊല്ലിച്ചു. എൻ്റെ മോളോട് നിങ്ങൾ ചെയ്ത ക്രൂരതയായത് എന്നും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്നും മൂങ്ങയെ തുറച്ചു നോക്കുക. എന്നിട്ട് ഒട്ടിച്ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ലക്ഷ്മിയെ കാണാനില്ല. ഈ സമയം മൂങ്ങ, ഈശ്വര, ഇനി അവളെങ്ങനെ ഇതിനകത്തേക്ക് കയറി വരുമോ? പേടിയായിട്ടും പാടില്ല, പ്രകാശൻ്റെ അടുത്ത് പോയി കിടന്നാൽ മതിയായിരുന്നു.
എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ എങ്ങനെ നിൽക്കുക. ഈ സമയം വീണ്ടും ആ ജനലിൽ വീണ്ടും വരിക ലക്ഷ്മി. ജനലിൽ വന്നപ്പോൾ പ്രകാശൻ, എന്താ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിന്നെ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് നിന്നെ ഞാൻ വിടില്ലടാ എന്നും പറഞ്ഞ് പ്രകാശിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മി ഒരു ഒറ്റ തള്ള്. പ്രകാശൻ തെറിച്ചു പോയി ആ കട്ടിലേൽ വീണു. പിന്നെ ആ മുറിയിൽ നിന്ന് ജീവനും കൊണ്ടോടി. ഈ സമയം ലക്ഷ്മിയാണെങ്കിൽ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. എന്തൊരു രസമാണ് കാണാൻ. ഈ പ്രകാശനും അതായത് അമ്മയും മകനും കൂടെ ഇരുന്ന് വെപ്രാളം കുത്തുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. രണ്ടെണ്ണത്തിന് ഞാൻ സമാധാനം കൊടുക്കില്ല. എന്നെ കൊല്ലാൻ ആളെ വിട്ടിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാമെന്ന് കരുതി കാണും. ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഈ സമയം കാർത്തികയാണെങ്കിൽ അമ്മ പണി തുടങ്ങി കാണും. എന്തായാലും അമ്മയ്ക്കും അച്ഛനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അമ്മയും മോനും കിടന്ന് പേടിച്ച് വിറച്ച് ഓടുന്നുണ്ടാവും. ഈ സമയം പ്രകാശൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്തായാലും നോക്കട്ടെ, സോറി, വീണുട്ടോ പ്രകാശൻ ഓടിപ്പോകുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടാ അമ്മയുടെ അടുത്തേക്ക് പോവാം. എന്തായാലും ഇവിടെ നിന്നാലേ ഇവള് വരുള്ളൂ, അമ്മയുടെ അടുത്തോട്ട് പോയാൽ പ്രശ്നമില്ല എന്നും പറഞ്ഞ് പ്രകാശൻ മൂങ്ങ ഇരിക്കുന്ന റൂമിൻ്റെ കഥയിൽ മുട്ടും. അപ്പോൾ നമ്മുടെ മൂങ്ങ ആരാ, ഞാൻ തുറക്കില്ല എന്നും പറയാ. തുറക്കമ്മ, ഇത് ഞാനാ പ്രകാശൻ. ഓ നീ ആയിരുന്നോ, എന്നാ കയറി വാടാ മോനെ. അപ്പോഴേക്കും പ്രകാശനകത്തേക്ക് കയറുന്നു. എന്താ മോനെ, എന്തു പറ്റി? അമ്മ എന്താ പേടിച്ച് നിൽക്കുന്നേ? എന്ത്, ഞാൻ പേടിച്ചൊന്നുമില്ല. അല്ല, അമ്മ ആരെയോ കണ്ട് പേടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. എന്തോ പ്രശ്നമുണ്ട്. എന്താ അമ്മേ, എന്താണെങ്കിലും പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്തിനാ പേടിക്കുന്നേ? എനിക്കാരും പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ നിൽക്കുക. ഈശ്വര, ഇവനറിയരുത്, ഇവനറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലാതെ മൂങ്ങ ഇങ്ങനെ നിൽക്കുക. എന്താ അമ്മേ, എന്താ പറ്റിയേ? അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞില്ല പ്രകാശ്, എനിക്കൊരു ടെൻഷനും ഇല്ലയെന്ന്. നീ വെറുതെ മനുഷ്യനെ മെനക്കെടുത്തരുത് കേട്ടോ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ, ഇല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നോ? അല്ലമ്മേ, ഞാൻ പേടിച്ചിരിക്കുക. എന്തിനാ നീ പേടിച്ചേ? അവളുണ്ടല്ലോ ആ ലക്ഷ്മി, അവൾ മരിച്ചു എന്നുള്ളത് സത്യം അമ്മേ. ഇപ്പം ഞാൻ കണ്ടു, അവളുടെ ആത്മാവിനെ ഞാൻ കണ്ടു. വെള്ള സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് മൂക്കിൽ പഞ്ഞിയും വെച്ച് വന്ന് നിൽക്കുക. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ലമ്മേ. ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്ന് പോടാ അവിടുന്ന്, പ്രേതം. ഇന്നത്തെ കാലത്തല്ലേ പ്രേതം വരാൻ പോകുന്നേ. നീ പോയി കിടന്നേ പ്രകാശ. അപ്പം മൂങ്ങ, ഈശ്വര, അതെനിക്കും അറിയണം മോനെ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്നോടത് പറയാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. കാർത്തികമ്മളോട് പറഞ്ഞ അവളെ കൊന്നൊന്നും പറഞ്ഞ് കാർത്തികമ്മള് ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശനും മൂങ്ങയും ഇങ്ങനെ നിൽക്കുക. ഈ സമയം പ്രകാശൻ, അമ്മേ എനിക്ക് പേടിയാവുന്നമ്മേ, അവൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ മരിച്ചപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമായിട്ടാണല്ലോ അവൾ വന്നിരിക്കുന്നത്. അതേ മോനെ, അത് തന്നെയാണ് അമ്മയുടെയും പേടി. ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല മോനെ. എന്തായാലും നമുക്ക് കാർത്തികമ്മളെ വിളിക്കാം. ഏയ് വേണ്ട, കാർത്തികമ്മക്ക് അറിയില്ല അവൾ മരിച്ച കാര്യം. അതുകൊണ്ട് അവളെ വിളിക്കണ്ട, നമുക്ക് മിണ്ടാതെ ഈ മുറിയിൽ ഇവിടെ കിടക്കാമേ. ആ ശരി മോനെ, മോൻ കിടന്നോ. അമ്മയ്ക്ക് എന്തായാലും ഇനിയിപ്പോൾ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. ഇത്രയും കാഴ്ച കണ്ട് പേടിച്ച് നിൽക്കുമല്ലേ. ശരി അമ്മേ, ഞാൻ കുറച്ചേരം ഉറങ്ങട്ടെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പം ജനലിലൂടെ വീണ്ടും ആ ചിരി കേട്ടു. ചിരി കേട്ടത് മൂങ്ങ തിരിഞ്ഞു നോക്കുക. വിടില്ല ഞാൻ, വെറുതെ വിടില്ല ഞാൻ. എൻ്റെ ജീവിതം നശിപ്പിച്ച ഒറ്റെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെയും കൊല്ലും, എല്ലാത്തിനെയും കൊന്ന് കൊല വിളിക്കും, ചോര കുടിക്കും എന്നും പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പോയി. ലക്ഷ്മി പോയി കഴിഞ്ഞതും നമ്മുടെ മൂങ്ങ, ഈശ്വര, എന്തൊരു കഷ്ടകാലം ഇത്. എടാ, നമ്മളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്താടാ ചെയ്യുക? എനിക്കും അറിയില്ലമ്മേ, ഒരു സമാധാനം ഇല്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈശ്വരന്മാരെ എല്ലാവരും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിലവിളിച്ചൊക്കെ പ്രകാശനും മൂങ്ങ എങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം വെളിയിലെത്തിയ മുറ്റത്തെത്തിയ ലക്ഷ്മിയോട് കാർത്തിക, അമ്മേ എന്തായി കാര്യങ്ങളൊക്കെ? രണ്ടെണ്ണം പേടിച്ച് വിറച്ചു, അപ്പുറത്തെ റൂമിലും പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട് മോളെ. എന്നിട്ടും ആരോ ഒച്ച വെച്ചൊന്നുമില്ലല്ലോ. അത് പിന്നെ എന്നെ കൊന്നു എന്നുള്ള കാര്യം മോക്കറിയില്ല എന്ന് കരുതിയിട്ടായിരിക്കും. മോളോട് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കോടതിയിൽ എത്തില്ല എന്ന് മാത്രമല്ലേ അവൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടായിരിക്കും അവൻ ചിലപ്പോൾ ഒച്ചത്തിൽ നിലവിളിക്കാതിരുന്നത്. എന്തായാലും ആ വിക്രത്തെ കൂടി ഒന്ന് പേടിപ്പിക്കേണ്ടതായിരുന്നു അമ്മേ. വേണ്ട മോളെ, ഇന്ന് ഇത് മതി. അമ്മയ്ക്ക് മകന് ഷോക്ക് കൊടുത്തല്ലോ. അവൻ മൂന്നാമത് വന്നവനല്ലേ, അവനെ കൊണ്ട് വലിയ ഇതൊന്നുമില്ല. സ്വന്തം അമ്മയെ കൊല്ല കൊന്ന നാറിയെ കൊല്ലാതെ കൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് ഇങ്ങനെ നിൽക്കുക. അതേ അമ്മ, അത് അമ്മ പറഞ്ഞത് ശരിയാ, അവനെ കൊല്ല കൊല്ലണം. അത്രയ്ക്ക് വൃത്തികെട്ടവനാ, സ്വന്തം അമ്മയെപ്പറ്റി ഇല്ലാക്കഥകൾ പറഞ്ഞുണ്ടാക്കിയ ശവം എന്നൊക്കെ പറയാണ്. അതെ, അവനുള്ള ഡോസ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് മോളെ.
അത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി എന്നാൽ ശരി ഞാൻ ചെല്ലട്ടെ, ഞാനിനി ഇവിടെ ഒന്നും ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പ്രകാശൻ്റെ മുങ്ങയുടെ മുറിയിൽ വെളിച്ചം കണ്ടിട്ട് കാർത്തി അങ്ങോട്ട് ചെല്ലുക. അച്ഛാ എന്തായത്, എന്തു പറ്റി അച്ഛാ? അച്ഛനെന്താ ലൈറ്റ് ഇട്ടിട്ട് അമ്മമ്മയുടെ മുറിയിൽ വന്നിരിക്കുന്നേ? ഒന്നും പറയണ്ട എൻ്റെ മോളെ, ഒരു പേടി സ്വപ്നം കണ്ടതാ. ഹോ വല്ലാത്തൊരു ഹൊററായിപ്പോയി. എന്തൊരു പേടിയായിരുന്നു. ചാടി എഴുന്നേറ്റപ്പോൾ ആരെയും കണ്ടില്ല, അതോ ഓരോരോ ദുസ്വപ്നങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ എങ്ങനെ ഇരിക്കുക. അച്ഛൻ ഇനി പേടിക്കണ്ട, എന്തായാലും എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് എൻ്റെ അമ്മ വരുമല്ലോ, അപ്പം നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാവില്ലല്ലോ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഈ പ്രേതത്തിന് പേടിയൊന്നുമില്ല, ഭയങ്കര ധൈര്യമാണ്. പ്രേതമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഇതുപോലെയാണ്. ഒരു പ്രേതത്തിൻ്റെ സിനിമ എൻ്റെ അമ്മ എത്ര പ്രാവശ്യം കാണുമെന്നറിയോ? ആ പ്രയത്നമൊക്കെ വിരട്ടി ഓടിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം അങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ്. ഈശ്വര, എന്നാലും എന്തൊരു കഷ്ടമായത്, അവൾ വീണ്ടും വരുമോ? ഉറങ്ങാനുള്ള മൂടും പോയി. വല്ലാത്തൊരു കഷ്ടത തന്നെ, എല്ലാം കൊണ്ടും ഒരു സമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷാരിയാണ്. ഷാരി അവിടെ നിൽക്കുമ്പോൾ ഷാരിയുടെ മൊബൈലൊരു മെസ്സേജ് വരിക. ഈശ്വര, താരയുടെ മെസ്സേജ് ആണല്ലോ. അവളെവിടെ ഉണ്ടെന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി മെസ്സേജ് വയ്ക്കുക. ദൈവമേ, അവളും കൂടെ എൻ്റെ സമാധാനം കളയാനായിട്ട് വന്നിരിക്കുക എന്നൊക്കെ ആലോചിച്ച് ഷാരി നേരെ അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ താര നിൽക്കുന്നത്, എൻ്റെ താര നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പം താര, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. എൻ്റെ ഈശ്വരന്മാരെ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിഞ്ഞു കയറി വരരുതെന്ന്. എൻ്റെ താര, നീ ഇങ്ങനെ സാഹസം കാണിച്ചാൽ സരയും എല്ലാം അറിയും. സരയും അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ നിന്നോട് ക്ഷമിക്കും, പക്ഷെ അവൾ ക്ഷമിക്കില്ല. ചിലപ്പോൾ അവൾ നിന്നെ പുറംകാലം കൊണ്ട് തൊഴിക്കും, അത് ഉറപ്പാ. അതുകൊണ്ട് നീ പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോകില്ല. എനിക്ക് എൻ്റെ കുഞ്ഞാവേ സരയും മോളെ കാണണം. അത് കേട്ടതും ഈശ്വര, ഞാൻ ആകെപ്പാടെ ഒരു വലിയ അവസ്ഥയിലായല്ലോ. എന്തൊരു കഷ്ടമായത്, എല്ലാവരും കൂടെ എന്നെ ഇട്ട് കൊല്ലുക. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് താരെ, നീ ഞാനൊരു അവസരം കിട്ടുമ്പോൾ കുഞ്ഞിനെ നിന്നെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. നീ ഇങ്ങനെ വിഷമിക്കാതെ താരെ. അപ്പം നമ്മുടെ താര, അത് എൻ്റെ പേരക്കുട്ടിയാ, എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങളിവിടെ ഏതു നേരവും ഉണ്ട്, എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോളെയും കാണാൻ എനിക്ക് കൊതിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ താര അവിടെ നിന്ന് കരയുക. അത് കേട്ടതും ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്തായാലും നിന്നെ ഞാൻ കുഞ്ഞിനെ കാണിച്ചു തരാം, നീ പേടിക്കാതെ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയണം. അത് കേട്ടതും താര കണ്ണുനീർ തുടച്ചിട്ട്, എനിക്ക് എൻ്റെ മോളെ വേണം, എൻ്റെ മോളെ കാണണം. എൻ്റെ താര, നിനക്ക് നിൻ്റെ മോളെ കാണാം, നിൻ്റെ പേരക്കുട്ടിയെയും കാണാം. പക്ഷെ ഞാനിപ്പോൾ ആകെ അവസ്ഥപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് നീ ഇപ്പം ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഷാരി താരയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാൻ നോക്കുക. ഈ സമയം എല്ലാം കണ്ടുകൊണ്ട് രാഹുൽ അവിടെ നിൽക്കുകയാണ്. ഇവൾക്ക് എന്താ ഇവിടെ കാര്യം? അത് ഷാരിയോട് ഇവളെന്താ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? രണ്ടുപേരുടെയും സംസാരം കണ്ടിട്ട് ഷാരി താരയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താ സംഭവിച്ചെന്നൊക്കെ നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഷാരിയുടെ സമനില തെറ്റലും ഷാരിയുടെ ഉറക്കമില്ലായ്മയും എല്ലാം ഇത് കാരണം ഉണ്ടായതാണോ എന്നുള്ളൊരു സംശയം രാഹുലിൻ്റെ മനസ്സിൽ ഉദിക്കുമ്പോൾ ഇനി കഥയിൽ വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അതെ, എല്ലാ സത്യങ്ങളും അറിഞ്ഞ ഷാരി രാഹുലിനെ ഇനി വെറുതെ വിടാത്ത അടിപൊളി വിശേഷങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.